സാരാംശം: സാധ്യതകളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുക കുറച്ച തീരുമാനങ്ങളിലല്ല, മികച്ച തീരുമാനങ്ങളെടുത്താലും ഭാഗ്യത്തിന്റെ സ്വാധീനത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഫലത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ നിങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ ഗുണനിലവാരമാണ് പ്രധാനമാക്കേണ്ടത്. അനിശ്ചിതത്വം അംഗീകരിക്കുക. നമ്മുടെ മനസ്സ് ഉറപ്പു തേടുന്നു, എന്നാൽ ജീവിതത്തിൽ ഭാഗ്യം വലിയ പങ്ക് വഹിക്കുന്നു. അനിശ്ചിതത്വം അംഗീകരിക്കുന്നത് കൂടുതൽ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. പ്രതീക്ഷിത മൂല്യം എക്സ്പെക്റ്റഡ് വാല്യൂ വിലയിരുത്തുക. ലഭിക്കാവുന്ന നേട്ടം, ഗുണം, വിജയസാധ്യത. ഇതിന്റെ മൂല്യം നിങ്ങൾ നൽകേണ്ട ചെലവിനെ സമയം, പണം, ശ്രദ്ധ കവിയുന്നുവെങ്കിൽ അത്തരം തീരുമാനങ്ങളാണ് ഉചിതം. തീരുമാനത്തിന്റെ ഗുണനിലവാരവും ബലവും വേർതിരിക്കുക. ചീത്ത തീരുമാനങ്ങളിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കാം, നല്ല തീരുമാനങ്ങളിൽ നിന്ന് മോശം ഫലങ്ങളുമുണ്ടാകാം. വിജയിച്ചാലും തെറ്റുകൾ വിശകലനം ചെയ്യുക. 10-10-10 നിയമം ഉപയോഗിക്കുക. ഒരു തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ തോന്നുമെന്ന് ചിന്തിക്കുക. 10 മിനിറ്റിന് ശേഷം, 10 മാസത്തിനു ശേഷം, 10 വർഷത്തിനു ശേഷം ഇത് ദീർഘകാല നേട്ടങ്ങൾക്ക് മുൻഗണന നൽകാൻ സഹായിക്കും. ലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ടുള്ള പദ്ധതി തയ്യാറാക്കുക. നിങ്ങളെത്തേണ്ടിടം ആദ്യം തീരുമാനിക്കുക. തുടർന്ന് ഭാഗ്യവും ചെറിയ തീരുമാനങ്ങളും പരിഗണിച്ച് അവിടെത്താനുള്ള പടികൾ ആസൂത്രണം ചെയ്യുക. താരതമ്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നില്ല. നിങ്ങളുടെ ഭാവിയിലെ സ്വയം തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ വെല്ലുവിളി. നിങ്ങളുടെ തീരുമാനമെടുക്കൽ പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.